കോക്രോച്ച് ജനതാ പാർട്ടി. ഞാനിത് ഏകദേശം 2 മാസം മുന്നേ തോന്നുന്നുണ്ട് ഇവരെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞത് ഇവർ കത്തും, തീപ്പൊരി പാറി തീയാവും എന്നുള്ള കാര്യം അന്നേ പറഞ്ഞിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു കൂട്ടം സംഘടനയോ ആൾക്കാരോ എന്തോ ആയിക്കോട്ടെ, ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോക്കോൾഡ് ഗവൺമെൻറ് അടുത്ത് വന്നിട്ട് പറയുന്നു ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക, അവരെ കേൾക്കുക, അതിനുള്ള പരിഹാരങ്ങൾക്ക് നിർദ്ദേശം വെക്കുക, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ ഒരു സംഭവം ഒന്നല്ല. CBSE എക്സാം ലീക്ക്, നീറ്റിൻ്റെ എക്സാം പേപ്പർ ലീക്ക്, ഇതൊക്കെ ലീക്കുമായി ബന്ധപ്പെട്ട് യുവമോർച്ചൻ്റെ നേതാക്കളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചുവിറ്റെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UPSC എക്സാമിൻ്റെ ലീക്ക്, ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന അയാളോട് മാറാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു. ന്യായമായ ആവശ്യം. മിനിമം അയാളുടെ വകുപ്പെങ്കിലും എടുത്ത് മാറ്റേണ്ട മര്യാദ കാണിക്കേണ്ടത് ഭരണത്തിലുള്ള ആൾക്കാരല്ലേ? അതെ, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ന്യായമായ ആവശ്യം ഉന്നയിച്ച് ഒരു കൂട്ടം കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ സമരം ചെയ്യുമ്പോൾ അവരെ ഏറ്റവും മിനിമമായിട്ടുള്ള മര്യാദ എന്ന് പറയുന്നത് അവരെ കേൾക്കുക, അവരെ മാന്യമായി അഭിസംബോധന ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക. ഗ്രീവിയൻസൽ അഡ്രസ്സൽ എന്ന് പറയും. ഓക്കെ, ഇതിന് പകരം നിങ്ങൾ അവരെ കല്ലും മുള്ളും ആണി, അതായത് പോലീസുകാർ ലാത്തിൻ്റെ സൈഡിൽ ആണി കുത്തി കയറ്റിട്ട് അടിച്ചിട്ട് പെൺകുട്ടികളൊക്കെ അടിച്ച് തോല് പറിച്ചിട്ടാണ് ഓടിക്കുന്നത്. ഇത്ര ക്രൂരമായ ആക്രമണം അയച്ചുവിടുന്നതിൻ്റെ പേരാണ് ഫാസിസം. മനസ്സിലായില്ലേ? മാന്യമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ ഒരു കൂട്ടം ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ, നിരാഹാര സമരം, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് ഗാന്ധിജി എന്ന് തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം അത് മാറ്റൂ വരും, അത് വേറെ വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അദ്ദേഹം നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പടപൊരുതിയ ആയുധമായ നിരാഹാര സമരം, സത്യാഗ്രഹ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, സമാധാനത്തിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ അമ്പും വില്ലും പോലെ അടിച്ച് കിട്ടുന്ന സ്റ്റീലിൻ്റെ പാട്ടയും എന്തെല്ലാം സാധനങ്ങൾ എടുത്തിട്ട് അടിക്കുന്നത് വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരാം. അപ്പോൾ മനസ്സിലാവും. പെൺകുട്ടികളെ അടക്കം അടിച്ച് പരിപാടിയാക്കുന്ന രീതിയിലുള്ള ആക്രമണം അയച്ചു വിട്ട് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ ഇതാ പറയുന്നു, തീപ്പൊരി പാറി തീയായാൽ അതിനുള്ള ഉത്തരവാദി നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മാത്രമാണ്. കുട്ടികൾ പറയും, പിന്നെ നമ്മുടെ നാളെയുടെ ഭാവിയിൽ നാളെയുടെ പ്രധാനമന്ത്രിമാർ ഈ കൂട്ടത്തിലുണ്ടാവും. അവരെയല്ലേ നിങ്ങൾ അടിച്ച് കൊല്ല ചെയ്യുന്നത്? ഇത് തോന്നിവാസമാണ് ഭായി, എന്താണ് ഹേയ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അടിച്ച് പീസാക്കുന്നതിൻ്റെ വീഡിയോകൾ ഞാൻ ഒന്നൊന്നായി പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഇതാ വ്യക്തമായിട്ട് പെൺകുട്ടികളെ ലാത്തി ഉപയോഗിച്ച് കുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇത് ഉണ്ട്. सिर्फ फिजिकल असॉल्ट नहीं, सेक्सुअल असॉल्ट भी हुआ है. आप ये वीडियोस देखिए. रेशमी लिबासों को चीरते हैं कुछ खंजर, है खुदा तो गुम है कहां, क्या रीत चल पड़ी है, क्या प्रोटेस्ट की साइट पर लड़कियों के पीछे दिल्ली पुलिस ने ऐसे डंडे घुसाए, उन्हें इनअप्रोप्रिएटली टच किया और फिर ये करने के बाद बेशर्मी से हंस भी रहे हैं. आप एक्सपेक्ट करते हो कि मुझे दिल्ली में कभी अनसेफ फील हो तो मैं 100 डायल करूं, पुलिस मुझे बचाने आ जाएगी? ये करेंगे भी क्या? ഡൽഹിയിലായതുകൊണ്ട് ഇതൊന്നൊരു പുത്തരിയല്ല. പെൺകുട്ടി പറഞ്ഞതുപോലെ നാളെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ 100 വിളിച്ചിട്ട് രക്ഷിക്കാൻ വിളിക്കേണ്ട ഈ മാമന്മാരെയാണ്. ആ മാമന്മാരാണ് ലാത്തി ഉപയോഗിച്ചിട്ട് പെൺകുട്ടികളുടെ പിറകിൽ അടിച്ച് കലവരുത്തുന്നത്. അത് എങ്ങനെ ചെറിയ രീതിയിൽ ആളെ ഓടിക്കാനുള്ള അടിയൊന്നുമല്ല, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ക്രൂരമായ മർദ്ദനം. ഇത് ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യ സമരം ഒന്നല്ലല്ലോ നടക്കുന്നത്. ഇങ്ങനെ അടിച്ചോടിക്കാൻ മാത്രം ഇടുന്നതാണ് ഇവരോട് പറഞ്ഞത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതോ? അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ, ഇതിപ്പോൾ ഒരു കേസ് എന്തിനു പറയുന്നത്, നമ്മുടെ MP ഡീൻ കുര്യാക്കോസിനെ അവരെ അടിച്ചിട്ടുണ്ട് ഇവർ. അത് വരുന്നുണ്ട്. ആദ്യം അക്രമത്തിൻ്റെ വീഡിയോകൾ കാണിച്ചു തരാം. और भी बहुत सारी चोटें हैं जो मैं दिखा नहीं सकती. हिप में चोट लगी है, बैक पे चोट लगी है, जो दिखाया नहीं जा सकता. कल बहुत सारे बच्चे मारे गए, पता नहीं वो
नहीं चाहते भगत सिंह। ഇതൊന്ന് അടി എന്ന് പറഞ്ഞാണല്ലേ, ഇവരടിക്കുന്നത് ലാത്തി മാത്രമല്ല, ലാത്തിമ്മല് ബ്ലേഡ്, ലാത്തിമ്മല് ആണിയൊക്കെ വെച്ചിട്ട് ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുന്നത് പോലെയാണ് പോലീസ് അക്രമം അയച്ചു വിടുന്നത്. അപ്പം പോലീസ് മാത്രമല്ല, ഇപ്പം നമുക്ക് ഒരു കാര്യത്തിൽ പോലീസ് മാത്രമാണ് നിയമം നടപ്പിലാക്കേണ്ടവർ. ഇവിടെ നിയമത്തിന് എഗെയിൻസ്റ്റ് ഒന്നും നടന്നില്ല, വേറെ വിഷയം. പോലീസിൻ്റെ കൂടെ സോക്കോൾഡ് ഭരണപക്ഷത്തിലുള്ള പാർട്ടിയുടെ പ്രോക്സി ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. ഹനുമാൻ സേന, മറ്റേ ഈ സേന, വാനര സേന, മറ്റേ ദൾസേന, മറ്റേ എന്താ ഓരോ പരിപാടികളുണ്ടല്ലോ. അവന്മാരൊക്കെ വന്നിട്ട് മറ്റേ സിവിൽ ഡ്രസ്സ് ഇട്ട്, നോർമൽ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് വെച്ചടി തന്നെ. എന്താ കഥ, ഏതാ സീന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സീന്. അവർ ചോദിക്കുന്നുണ്ട് നീയൊക്കെ ആരുടെ ചോദിക്കോ, ഇവന്മാരൊക്കെ വെച്ചടിക്കുക. അപ്പം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീയൊക്കെ ഏതാടേ? പക്ക ക്രിമിനൽ എന്ന് പറഞ്ഞാൽ കണ്ടറിയാം. ഉള്ളി തൊപ്പി, മേലെ ഹെൽമെറ്റ്, മുഖം മൂടി. അടി എന്ന് പറഞ്ഞാൽ പൂരം പോലത്തെ അടി. അത് പെൺകുട്ടികളെ അടിക്കുന്നത് പോലീസ്, ആൺകുട്ടികളെ അടിക്കുന്നത് പോലീസ്. തോന്നിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസേ അല്ലാണ്ട് ഓരോരുത്തന്മാർ മുഖം മൂടിയിട്ട് വന്നിട്ട് അത് വേറെ അടി. ഏത് കോമഡി നോക്കിയാ, ഇതല്ല ഏത് പോലീസ് താടി വെച്ചിട്ട് പോലീസ് ഉണ്ടാവും. നെയിം ബോർഡ് ഇല്ല. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരോടാ പറയാ. കോമഡി എന്ന് വെച്ചാല് പോലീസുകാർക്ക് സാറിന് നെയിം ബോർഡ് ഉണ്ടാവും, പട്ടാളാണെങ്കിലും ഒക്കെ ഉണ്ടാവും, വേറെ എന്താന്ന് പറയാ. ഇത് പോലീസിന്റെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് താടിയും വെച്ചിട്ട് നെയിം ബോർഡും ഇല്ല, കണ്ണി കണ്ടവരൊക്കെ അടിക്കുക. അതിലോട്ട് സാധനം വാങ്ങാൻ പോകുന്ന ആളെല്ലാം ഓടിച്ചിട്ട് അടിക്കുകയാണ്. എന്താ അവസ്ഥ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് സാധാരണക്കാർക്കുള്ളത്. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ്, MP-യും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാളുടെ ഗതി കാണിച്ചുതരാം. അയാളുടെ ഗതി അതാണ്. പിന്നെ സാധാരണക്കാർക്ക് ഇതിനപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കാനില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയും. അദ്ദേഹത്തെ ലിറ്ററലി നിലത്തിട്ട് ചവിട്ടി കൊരട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താ അവസ്ഥ. നമ്മുടെ നാടിൻ്റെ ഈ ഒരു ഗതി അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഇതെങ്ങോട്ടേക്കാണ്? ഇതാണോ ഡെവലപ്പിംഗ് സൊസൈറ്റി, ഡേ ബൈ ഡേ പ്രോഗ്രസീവ്ലി ഡെവലപ്പിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന സോക്കോൾഡ് പുരോഗതിയിലേക്ക് യാത്രയിലുള്ള ഒരു രാജ്യമാണോ നമ്മുടെ രാജ്യം? രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഇതാണ്. രാഹുൽ ഗാന്ധിനെ കൊന്ന് എജ്ജാതി അടി ചാവട്ടി കൂട്ടാണ് പോലീസുകാർ. ചിരിച്ചോണ്ടാ പോലീസുകാർ അടിക്കുന്നത്. പിടിച്ചു വലിക്കുന്നതാണ്, സീനാണ്. ഇത് പോലീസുകാരെ ചിരിക്കുന്നതാണ്. എന്താ അവസ്ഥ. അതെ, രാഹുൽ ഗാന്ധി के मुंह से खून निकल रहा है. രാഹുൽ ഗാന്ധിന്റെ വായിൽ നിന്ന് ചോര വരുന്നതെന്നാ പറയുന്നത് അല്ലേ?
നമ്മുടെ രാജ്യത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രതിപക്ഷ സ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയാണ് നാം ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തെ നിലത്തിട്ട് ചവിട്ടി വലിക്കൽ മൂസെ ഖൂൻ നിക്കൽ റഹായ, വായിൽ നിന്ന് ചോര വന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ ഇവന്മാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, സാധാരണ നേരത്തെ കണ്ട പെൺകുട്ടിക്കൊക്കെ കിട്ടിയ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമായിട്ട് കണ്ടാൽ മതി. ഇതാണ് അവസ്ഥ. പിന്നെ വേറൊരു നമ്മളെ ഇതിനൊരു കാണേണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു നമ്മുടെ പുലിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ്. രാഷ്ട്രീയവും കാര്യമെല്ലാം മാറ്റി വെക്കണം ഈ വിഷയത്തിൽ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന, നാളെയുടെ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന, നാളെയുടെ ശാസ്ത്രജ്ഞന്മാരെ നിശ്ചയിക്കുന്ന, നാളെയുടെ ഡോക്ടർമാരെ തീരുമാനിക്കുന്ന, നാളെയുടെ വക്കീലന്മാരെ തീരുമാനിക്കുന്ന, നാളെയുടെ വാഗ്ദാനങ്ങളായ ഭാവിയിലെ ഇന്ത്യയെയാണ് ഇവരിന്ന് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പോരാടുന്ന ഓരോ വ്യക്തിയെയും നമുക്ക് അവിടെ എത്താനും സഹായിക്കാനൊന്നും പറ്റൂലെങ്കിലും ധാർമ്മികമായി നമ്മുടെ സപ്പോർട്ട് അറിയിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞ പോലെ ഡീൻ കുര്യാക്കോസിന് ഒരു സല്യൂട്ട് നമ്മൾ കൊടുക്കണം. നല്ലൊരു പ്രൊട്ടസ്റ്റാണ് അദ്ദേഹം നടത്തിയത്. കേരള എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ചിരിക്കുന്നു, പോടാന്ന് പറയും. ഈ പോലീസുകാരായിട്ട് നല്ലോണം ശക്തി തന്നെ ഇത് നിൽക്കുന്നത്. അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇയാളെ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു പയ്യൻ പറയുന്നുണ്ട്, ഈസ് എൻ MP, ഇദ്ദേഹം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, നിങ്ങൾ മാന്യമായി പെരുമാറുമെന്ന് പറയുന്നുണ്ട്. പോലീസുകാർക്ക് ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നു. ഇവന്മാർ ഈസ് എൻ MP എന്നെല്ലാം പറയുമ്പോൾ ഒരു കുത്തു കൊടുക്കുന്നു ഡീനിന്. ഹേയ്, ഈസ് ഫ്രം കേരള എന്ന് പറയുമ്പോൾ ഇപ്പം നിർത്തി ചിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് 2026 അല്ലെങ്കിൽ 906 100 വർഷം പിറകോട്ട് പോയാൽ പോലും ഇത്രയും നോൺസെൻസും ഇത്രയും പക്വതയില്ലാത്ത ശുംഭന്മാരായ പോലീസുകാരെ കാണാൻ പറ്റില്ല. ഒരാൾ MP ആണെന്ന് ആരെങ്കിലും കളവ് പറയൂ? മെമ്പർ ഓഫ് പാർലമെന്റ്, ഹീസ് എൻ MP. അവിടുന്ന് വിളിച്ചു കൂക്കി പറയുക. അപ്പോൾ ഈ പോലീസുകാർ ഒരു കുത്തു കൊടുക്കുന്നത് MP എന്ന് പറയുമ്പോൾ. ജനാധിപത്യം എവിടെ? എന്തൊരു അക്രമമാണ് നടക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇതിൽ രാഷ്ട്രീയം പലതുണ്ടാവും, പല ജാതി രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ഒരു സമാധാനപരമായി ഒരു കൂട്ടം ആൾക്കാർ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് കയമ്പില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആസ് എ റൂളിംഗ് പാർട്ടി, ആസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഹിയർ ദം. അത് കേൾക്കാനുള്ള മിനിമം മര്യാദ കാണിക്കുക എന്നുള്ള ആ ഒരു ജനാധിപത്യത്തിൻ്റെ മൂല്യത്തിൽ നിന്നാണ് ശോഷണം. നമ്മളിപ്പോൾ കണ്ട ഡീൻ കുര്യാക്കോസിൻ്റെ തീർന്നിട്ടില്ല. ഡീൻ ഉള്ളിക്കറിച്ച് പോലീസുകാരെ ചാമ്പുന്നുണ്ട്. അതും കൂടി കണ്ടാലേ കഥ പൂർത്തിയാവും. പിടിച്ചോ.
ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും തിരിയുന്നില്ല. ഒരു പെണ്ണും പിള്ള ഇപ്പുറത്ത് പറഞ്ഞിട്ടില്ലേ, ഏ സർക്കാർ കി പോലീസ് കോ ഏ ആദ്മി മാർ റാ ഹൈ ക്യാ കർ റാ ഹൈ. എടോ, അയാളൊരു MP ആണ്. MP അനാവശ്യമായി പിടിച്ച് ആ ലോറി ജീപ്പ് കയറ്റിയപ്പോൾ, ആ വാനിൽ കയറ്റിയപ്പോൾ അയാൾ പ്രതികരിക്കുകയാണ്. എന്നെ അടിക്കരുതെന്ന് അയാൾ പിടിച്ചുകൊള്ളാണ് പോലീസുകാരനെ. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പോൾ ഈ പെണ്ണുമ്പിള്ള ഇപ്പുറത്ത് വയ്ക്കുന്നത്, അയ്യോ സർക്കാരിൻ്റെ പോലീസിനെ അടിച്ചു കൊല്ലുന്നേ. ഇതേ പെണ്ണുമ്പിള്ളയാണ് നേരത്തെ വാളം വെച്ചത്. അയ്യോ ഒരാളെ ഇതാ തല്ലിക്കൊല്ലുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അവിടെ പെയ്ഡായിട്ട്, അതായത് ഈ ഒരു സമരം പൊട്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ഭരണപാർട്ടിയുടെയും മറ്റുള്ള ആൾക്കാരും കൂടി അവിടെ ആൾക്കാരെ സപ്ലൈ ചെയ്ത് ഇറക്കിയിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട പ്രതികരണം. പുറത്തുനിന്ന് ആൾക്കാരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ലേഡീസിനെ ഒക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരുപാട് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ സീരിയൽ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇറക്കി പെയ്ഡായിട്ട് ഇറക്കിയ പോലത്തെ ഒരു പ്ലാൻ. അതേ സ്ത്രീയാണ് കുറച്ച് മുന്നേ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് നിലവിളിച്ചത്. പിന്നെ പോലീസിനെതിരെ ഡീൻ കുര്യാക്കോസ്, നമ്മുടെ കേരളത്തിൻ്റെ ചുണക്കുട്ടി, പോലീസുകാരെ പിടിച്ച് തള്ളി മാറ്റുമ്പോൾ ഈ പൊണ്ണുമ്പുള്ള നേരെ പറയാണ് അയ്യോ പോലീസിനെ കൊല്ലുന്നേ. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോക്കിയേ, മനസ്സിലാവും കേട്ടാ. ക്യാ കർ റേ പോലീസ് വാലേക്ക് സാത്ത് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കരുതുന്ന കേട്ടാ. അതേ പെണ്ണുങ്ങൾ നേരത്തെ കണ്ടാ, ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞ അയ്യോ പോലീസുകാരെ കൊണ്ട് ഇവരെന്താ കാണിക്കുന്നത്, പോലീസുകാർ ആക്രമിക്കുന്നേന്ന്. ഇതേ സ്ത്രീയാണ് നേരത്തെ നിലവിളി ശബ്ദമിടുന്നു പറഞ്ഞിട്ട് കരുതുന്നത് അയ്യോ കൊല്ലുന്നേന്ന്. അപ്പോൾ ഈ സ്ത്രീകളോടൊക്കെ അവിടെ വന്നിട്ട് വെറുതെ ബഹളം വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബഹളമുണ്ടാക്കി ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പെയ്ഡായിട്ട് സ്ത്രീകൾ അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നു. ആരോപണം നടത്താലോ, നിങ്ങൾ തെളിയിക്കില്ലെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ് എന്നുള്ളതാണ്. ഒരു വൈകുന്നേരം തുടങ്ങിയ സമരം ഇപ്പോൾ രാത്രിയിലേക്ക് എത്തുകയാണ്. ഈ സമരത്തിന്റെ ഭാവി എന്താണെന്ന് സംബന്ധിച്ച് ദില്ലി പോലീസിനെ സംബന്ധിച്ച് ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്നാണ് കാര്യം. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് വീഴ്ചകൾ ഒന്നായി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിലേക്ക്, ആ ഗേറ്റിന് തൊട്ട് മുന്നിലേക്കുള്ള ഈ സമരം മാറുകയാണ്. ഇപ്പോൾ ഈ സമരക്കാർ നിൽക്കുന്ന സ്ഥലവും പ്രധാനമന്ത്രിയുടെ വസതിയും തമ്മിൽ ഏതാനും മീറ്ററുകൾ മാത്രമാണ് അകലെയുള്ളത്. അവിടെ വരെ ഈ സമരം എത്തി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ചയായി മാറുന്നത്, ദില്ലി പോലീസിന്റെ പരാജയമായി മാറുന്നത്. ഇപ്പോൾ ഈ ദിവസം ശക്തമായ സമരം ദില്ലി കാണുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ CJP സമരം തുടങ്ങി 45-ാം ദിവസമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ രീതിയിൽ ഒരു സമരത്തിന്റെ മുന്നണിയിലേക്ക് എത്തുന്നത്. ആദ്യ ദിവസങ്ങളിൽ ബിരുരാജ് സൂചിപ്പിച്ചതുപോലെ സംശയത്തോടെ കണ്ട യുവജന മുന്നേറ്റത്തിന് പിറകെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും അണിനിരക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. CJP സമരം ജന്തർ മന്ദിറിൽ നടക്കുമ്പോൾ അവിടേക്ക് കേരളത്തിൽ നിന്നുള്ള MP-മാർ ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി ഇനി അങ്ങോട്ട് ഈ സമരത്തിന്റെ രീതി എന്താകുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എണ്ണം കുറഞ്ഞ കോൺഗ്രസിലെ നേതാക്കളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്യുന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസ്ഥാന മുഖ്യമന്ത്രിമാരും MP-മാരും മുൻ കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ളവരുണ്ട്. കുമാരി ശെൽജി അടക്കമുള്ള വനിതാ നേതാക്കളുണ്ട്. ഇപ്പോൾ സുപ്രിയ സുലെയും അവിടെ എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NCP ശരത് പവാർ പക്ഷ നേതാവ് സുപ്രിയ സുലെയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം അവിടെ എത്തി. പ്രിയങ്ക ഗാന്ധി മുദ്രാവാക്യം മുഴക്കി ഇപ്പോൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് മനസ്സിലായില്ല. അതായത് ഇവര് ജന്തർ മന്ദറില് ഒരു മൂലക്ക് മാന്യമായി ഒരു തുണിയും കെട്ടി ഒരു പന്തലും കെട്ടി കുറച്ച് പരിപ്പും ഉണ്ടാക്കി ചപ്പാത്തിയും കഴിച്ചിട്ട് അനങ്ങാണ്ടൊരു മൂലക്കുന്ന് സമരം ചെയ്ത പിള്ളേരെ ഗുണ്ടകളെ ഇറക്കിയിട്ട്, സോ കോൾഡ് ഗുണ്ടകളെ, ലാത്തിയുടെ അറ്റത്ത് ആണിയും
വീഡിയോ കൂടി എൻ്റെ കയ്യിലുണ്ട്. ലാത്തിയുടെ അറ്റത്ത് ആണി കയറ്റിയില്ല സാധനം. ലാത്തിയുടെ അറ്റത്ത് ആണിയും ബ്ലേഡൊക്കെ വെച്ചിട്ട് വരച്ച് വിട്ടിട്ട് പെൺകുട്ടികളെ അടക്കമുള്ള സംഘങ്ങളെ, ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തപ്പോൾ എന്തായി? കളി മാറി. രാഹുൽ ഗാന്ധി ഇറങ്ങി. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടി ഈ സമരത്തെ ഏറ്റെടുത്ത് സമരം വേറൊരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ട പരിപാടികൾ തുടങ്ങി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തന്നെ സമരത്തി. അങ്ങ് ദൂരെ പാർലമെൻറ്റിൻ്റെ അടുത്തുണ്ടായിരുന്ന സമരത്തെ അടിച്ചോടിച്ചക്രമണം കയ്യേറാൻ തുടങ്ങിയപ്പോൾ അവർ പ്ലാൻ ബി ഇട്ടു പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ. ഇത് ഇയാൾ രാജിവെക്കാണ്ട് ഒരു നിവൃത്തിയുമില്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന സോകോൾഡ് പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൂ, പുറത്തു പോകൂ, വേറൊരു രക്ഷയില്ല നിങ്ങൾക്ക്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആസ് ഓൺ നൗ നോക്കുകയാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടിട്ടുള്ളത്. കാരണം അത്തരത്തിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി രാജിവെക്കാണ്ട് മുന്നോട്ട് പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം നമ്മുടെ മുഖ്യമന്ത്രി അടക്കം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ന്യൂസ് കൂടി നോക്കാം നമുക്ക്. വി.ഡി. സതീശൻ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർക്കൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുണ്ട്. അദ്ദേഹം അവിടെ എംപിമാരുടെ അടുത്ത് തന്നെ ഉണ്ട്. രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിന് ഇപ്പോഴും നേതൃത്വം നൽകുന്നുണ്ട്. അരവിന്ദ്, ഈ എംപിമാർ ഇപ്പോഴും ഒരു ഭാഗത്ത് പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. വലിയ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് എംപിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉയരുകയാണ്. എംപിമാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലാണ് കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം. ACC ജനറൽ സെക്രട്ടറി AC വേണുഗോപാൽ ഉൾപ്പെടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ ഈ എംപിമാരുടെ പ്രതിഷേധ സ്ഥലത്തിന് തൊട്ടടുത്തുണ്ട്. ഡൽഹി പോലീസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുകയാണ്, അവിടെ നീങ്ങണമെന്ന് ആവശ്യപ്പെടുകയാണ്. മറ്റെംപിമാർ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. പക്ഷേ എംപിമാർ വഴങ്ങുന്നില്ല. തങ്ങൾ പ്രതിഷേധം തുടരുമെന്നവർ പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ പോലീസിന്റെ നടപടി ഉണ്ടാവുകയായിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. എംപിമാർ ചെറുത്തു നിൽക്കാൻ നോക്കി. പക്ഷേ കുറച്ച് എംപിമാരെ ഇതിനോടകം അവിടെ നിന്ന് നീക്കാൻ ഡൽഹി പോലീസിന് കഴിഞ്ഞു. മറ്റെംപിമാരെയും നീക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി വീണ്ടും രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഡൽഹി പോലീസിന്റെ നിർദ്ദേശത്തിന് വഴങ്ങുന്നില്ല. ഇത് അതീവ സുരക്ഷാ മേഖലയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ എംപിമാരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാതെ രാഹുൽ ഗാന്ധിയും മറ്റെംപിമാരും ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഒരു വിഭാഗം എംപിമാരെ ഡൽഹി പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കുകയുണ്ടായി. കൊടുക്കുന്ന സുരേഷ്, ഡി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എംപിമാരെ പോലീസ് അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ അവിടെ എത്തി. അപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് സാധാരണമായ ആൾക്കാരാണ്. ഇതിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ തന്നെ നേരിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കളികളുടെ നില മാറുകയാണ്. സതീശൻ സാറൊന്നും അങ്ങനെ ഒന്നും കാണാണ്ട് വെറുതെ എവിടെയും പോയി നിൽക്കൂല. റിസൾട്ട് ഷുവറാന്നുള്ള കാര്യങ്ങളൊക്കെ സാറൊക്കെ ഇറങ്ങാറുള്ളൂ എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം. അപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്നെ പെങ്ങള് നമ്മുടെ പ്രിയങ്ക ഗാന്ധി, അതുപോലെ മല്ലികാർജ്ജുന ഖാർഗെ, പിന്നെ ഇയാളുടെ പേരെന്താ നമ്മുടെ ഡീൻ കുര്യാക്കോസ്, അതുപോലെ തന്നെ എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആൾക്കാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ വന്ന് ശക്തമായ ഒരു സമരമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. ഇനി ഗുണ്ടകളെ ഇറക്കി നേതാക്കളെയും കൂടി തല്ലുവോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കാണേണ്ടത്, ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്ന കാഴ്ച ഈ എംപിമാരെ അല്ലെങ്കിൽ ഈ ഉള്ള നമ്മുടെ നേതാക്കളെ ഇത്ര നേരം തല്ലിയതുപോലെ, പിള്ളേരെ തല്ലിയതുപോലെ നേതാക്കളെ അടിച്ചു പണിയാക്കുക എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. അപ്പോൾ വിശദമായ അപ്ഡേറ്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ